ഹലോ. അപ്പോൾ നമ്മളിന്ന് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റിയാണ് പഠിക്കാൻ പോണേ. സോ ദിസ് ഇസ് എ സ്റ്റഡി വിത്ത് മീ സെഷൻ. സോ ഞാൻ പല സോഴ്സുകളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനുണ്ട്. സോ മിസ്റ്റേക്സ് പറ്റാൻ സാധ്യത കൂടുതലാണ്. സോ ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നിങ്ങളൊന്ന് റീഡിങ് ഒക്കെ ചെയ്യാം. ഓക്കെ. സോ ഞാൻ മനസ്സിലാക്കി എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് എടുത്ത് പഠിക്കും, അത്രേ ഉള്ളൂ. സോ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. എന്താണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. സോ നമുക്ക് നോക്കാം എന്താണ് ഒരു ത്രീ ഫേസ് ഞാൻ പഠിച്ച എന്താണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. സോ അതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ബേസിക് ഒരു ഓട്ടിച്ചു പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വൃത്തിയായിട്ട് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം പെട്ടെന്ന് പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് അതിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റിയാണ്. ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. കളർ ഒന്നും അല്ലേ, കളർ നമുക്കൊരു വെള്ളത്തോട്ട് പിടിച്ചാലോ. അപ്പൊ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റിയാണ്. സോ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രീസിൽ 95% അല്ലെങ്കിൽ 90% ഇൻഡസ്ട്രീസിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മോട്ടർ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. പക്ഷെ എന്താ കാരണങ്ങൾ ഉണ്ടാവാം ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ ഇത്രയും അധികം യൂസ് ചെയ്യുക, അതേപോലെ എന്തായിരിക്കും ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് എത്ര പ്രത്യേകതയൊക്കെ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ ക്രെയിനിലായാലും എക്സ്കലേറ്ററിലായാലും മിക്കതിലും നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ശ്രദ്ധിക്കുക. അതിന്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ സോ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്റർ ഇതേപോലെ ഇരിക്കാം. രണ്ട് പാർട്ടുണ്ടോ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്? ഒരു സ്റ്റേറ്ററും ഉണ്ട്, ഒരു റോട്ടറും ഉണ്ട്. എന്താണ് ഈ സ്റ്റേറ്റർ റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മോട്ടറില് അനങ്ങാതിരിക്കുന്ന ഭാഗം. റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ട്. ഓക്കെ അല്ലെ? സ്റ്റേഷനറി പാർട്ടാണ് സ്റ്റേറ്റർ, റൊട്ടേറ്റിംഗ് പാർട്ടാണ് റോട്ടർ. അനങ്ങാതിരിക്കുന്ന ഭാഗം സ്റ്റേറ്റർ, അനങ്ങുന്ന ഭാഗം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം റോട്ടർ. സോ ഇതിന്റെ സ്റ്റേറ്റർ ഏകദേശം ഇതേപോലെ ഇരിക്കാം. അപ്പൊ ഇതിന് കുറച്ച് പാർട്സ് ഉണ്ട്. പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഔട്ടർ ഫ്രെയിം നോക്കുക. ഇതിനെ വിളിക്കുന്ന പേര്, ഈ ഔട്ടർ സംഭവത്തിൽ വിളിക്കുന്ന പേരാണ് ഫ്രെയിം. ഈ ഫ്രെയിം നിർമ്മിച്ചിട്ടുണ്ടാവുക അയണോ സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഈ ഒരു മോട്ടറിന് മെക്കാനിക്കൽ സപ്പോർട്ട്, അതായത് ഒരു കട്ടി കൊടുക്കുക, അതിന്റെ ഷേപ്പ് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രെയിം പ്രധാനമായിട്ട് ഉപയോഗിക്കുക. അതേപോലെ ഈ ഫ്രെയിമിനകത്ത് ഉള്ള സാധനമാണ് കോറ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കോറ്. ഈ ഒരു ഭാഗം ഇതാണ് കോറ്. ഓക്കെ അല്ലെ? ഇനി കോറിനകത്ത് ഇവിടെയൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്. കോറിനകത്ത് ഇത് ഹോളോ പാർട്ടാണ്, അകത്തൊന്നുമില്ല. ഈ കോറിനകത്ത് ഇങ്ങനെ ഒരു പാർട്ടുണ്ട്. ഇങ്ങനെ കുറെ സ്ലോട്ടുകൾ ഇരിക്കുന്ന പാട്ടുണ്ട്. ഇതിനെന്താ വിളിക്കുക? സ്ലോട്ട് എന്നാണ് വിളിക്കുക. സ്ലോട്ട്. ഇങ്ങനെ കുറെ സ്ലോട്ടുകളുള്ള പാട്ടുണ്ട്. കുറെ സ്ലോട്ടുകൾ ഇങ്ങനെയുള്ള പാർട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടാണ് നമ്മൾ എന്ത് ചെയ്യുക, ത്രീ ഫേസ് വൈൻഡിങ് വരിക. നമ്മുടെ മോട്ടറിന്റെ ത്രീ ഫേസ് വൈൻഡിങ് വരിക ഈ ഒരു എവിടാണ്? സ്ലോട്ടുകളിലാണ്. അതായത് വൈൻഡിങ്ങില്ല നമ്മള് വയറിന് കറക്റ്റ് വെച്ചേക്കുന്നില്ലേ വൈൻഡിങ്. സോ ഈ വൈൻഡിങ് വരിക ഈ സ്ലോട്ടുകൾക്കുള്ളിലാണ്. ഇവിടെ ഇതേപോലെ കുറെ സ്ലോട്ടുകളുണ്ട്. ഞാൻ വരച്ചപ്പോ ഇങ്ങനെ ആയി പോയെന്നുള്ളൂ. ഇങ്ങനെ കുറെ സ്ലോട്ടുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ സ്ലോട്ടുകളുടെ ഉള്ളിലാണ് എന്തിരിക്കുക? നമ്മുടെ വൈൻഡിങ് ഇരിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ സ്ലോട്ടിന്റെ ഉള്ളിലാണ് വൈൻഡിങ്. ഒന്നുകൂടെ പറയാം, വളരെ സിമ്പിൾ ആണ്. ഈ പുറത്തെ ഭാഗമാണ് ഫ്രെയിം. ഓക്കെ. അതിനകത്തുള്ള ഭാഗമാണ് കോറ്. ഇതാണ് കോറ്. ഓക്കെ അല്ലെ? ഈ കോറിനകത്ത് ഇതൊരു ഹോളോ പാർട്ടാണ്. ഇവിടെ ഒന്നുമില്ല, ഹോളോ ആണ്. ഓക്കെ. ഇനി ഇത് ഇവിടെ ഉള്ള പാർട്ടാണ് സ്ലോട്ട് എന്ന് പറയുന്നത്. സ്ലോട്ട് ഇങ്ങനെ കുറെ അറകളുണ്ട്. ഈ കോറിനകത്ത് കുറെ അറകൾ പോലുള്ള സംഭവം. ഈ അറകളിനകത്താണ് എന്തിരിക്കുക? നമ്മുടെ ത്രീ ഫേസ് വൈൻഡിങ് ഇരിക്കുക. ത്രീ ഫേസ് വൈൻഡിങ് മേ ബി ഡെൽറ്റ ആവാം, സ്റ്റാറും ആവാം. നമ്മള് സ്റ്റാറും ആവാം, ഡെൽറ്റ ആവാം. വൈൻഡിങ് സ്റ്റാറും ആവാം, ഡെൽറ്റ ആവാം. അതുപോലെ ഈ പുറത്തിരിക്കുന്ന ഭാഗം കണ്ടോ, ഇതാണ് ടെർമിനൽ ബോക്സ്. എന്താ വിളിക്കുക? ടെർമിനൽ ബോക്സ്. ടെർമിനൽ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ഷൻസ് ഒക്കെ വരിക ഇവിടെ. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഈ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ കോർ ഉണ്ടല്ലോ, ഈ കോറിൽ നമ്മൾ പ്രധാനമായിട്ട് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ആണ് യൂസ് ചെയ്യുക. കോറിനകത്ത് പ്രധാനമായിട്ടും സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ദ ഹിസ്റ്റെറിസിസ് ആൻഡ് എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ടും ഹിസ്റ്റെറിസിസ് ലോസും കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക,
ഈ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ഇതേപോലെ ഇങ്ങനെ ഇപ്പൊ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ക്രോസ് സെക്ഷൻ പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. 3D ഫിഗർ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ഒരു ഒരു നമ്മള് ഒരു എന്താ പറയാ, ഒരു ബനാന എടുത്തിട്ട് ഇങ്ങനെ നടുക്കുന്ന 2 പീസ് കട്ട് ചെയ്യുക. ഇതൊരു ബനാന എന്ന് വിചാരിക്കുക. ഓക്കെ, ബനാനയുടെ നടുക്കുന്ന 2 പീസ് കട്ട് ചെയ്യുക. നടുക്കുന്ന ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗമല്ലേ കാണത്തുള്ളൂ. ഇതേപോലെ കുറെ ബനാനയുടെ പീസ് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴല്ലേ വലിയൊരു 3D മോഡൽ ബനാന ആവുന്നത്. അതേപോലെ ഈ ഒരു ഭാഗമാണ് ഈ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ മനസ്സിലാവും. സോ ഇതാണ് അതിന്റെ സ്റ്റേറ്റർ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റോട്ടർ പാർട്ട് ഒന്നുകൂടെ പറയാം, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, പുറത്തിരിക്കുന്നത് ഫ്രെയിം, അകത്തിരിക്കുന്നത് കോർ. ഈ കോറിനകത്ത് സ്ലോട്ട്സ് ഉണ്ട്. ഫ്രെയിം ഉണ്ടാക്കിയിരുന്നത് അയണും സ്റ്റീലും വെച്ചിട്ട്, കോർ ഉണ്ടാക്കിയിരുന്നത് സിലിക്കൺ അല്ലെങ്കിൽ സ്റ്റീൽ ലാമിനേഷൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, എല്ലാത്തിനു വേണ്ടി സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ഹിസ്റ്ററിസിസ് കുറയ്ക്കാനും എഡി കറന്റ് ലോസ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ, ഇത് ടെർമിനൽ ബോക്സ്. ഇനി ഈ കോറിനകത്താണ് നമ്മുടെ 3 ഫേസ് വൈൻഡിങ് ഇരിക്കുന്നത്. ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി റോട്ടർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള റോട്ടർ പാർട്ടുകളുണ്ട്. ഒന്ന് സ്ക്വിറൽ കേജ് ഉണ്ട്. ഇതിന്റെ ഫിഗർ ഇതേപോലെ ഒന്നും അല്ല, എനിക്ക് വരയ്ക്കാൻ പറ്റാത്തതിനെ കൂടി ഇങ്ങനെ വരച്ചത്. അതിന്റെ ശരിക്കുള്ള ഫിഗർ ഞാൻ കാണിച്ചു തരാം. സോ സ്ക്വിറൽ കേജ് ഉണ്ട്, അതേപോലെ നമ്മുടെ എന്താണ് സ്ലിപ്പ് റിംഗ് വോണ്ട് റോട്ടർ ഉണ്ട്. 2 ടൈപ്പ് റോട്ടർ ഉണ്ടോ ഞാൻ പറയാം. സ്ക്വിറൽ കേജ് എന്ന് പറഞ്ഞ റോട്ടർ ഉണ്ട്, അതേപോലെ സ്ലിപ്പ് റിംഗ് വൈൻഡിങ് റോട്ടർ ഉണ്ട്. സ്ക്വിറൽ കേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ 2 എൻഡുകൾ ഉണ്ടാവും. ഈ എൻഡുകൾക്കിടയിലൂടെ ഇങ്ങനെ വയർ ഇങ്ങനെ പോയിട്ടുണ്ടാവും. എൻഡുകൾക്കിടയിലൂടെ ഇങ്ങനെ വയർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതൊരു ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. ഒരു അണ്ണാന്റെ കൂട് പോലെ ഒരു 3D ലായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ 2 വയറുകളുണ്ട്, 2 റിങ്ങുകളുണ്ട്. ഈ റിങ്ങിനകത്ത് കുറെ ഓട്ടകളുണ്ട്. ഈ ഓട്ടയുടെ കയറ്റി മറ്റേ ഓട്ടയെ കൊടുക്കുന്നു, അടുത്ത ഓട്ടയെ കൂടെ കയറ്റി അടുത്ത ഓട്ടയെ കൊടുക്കുന്നു. ഇങ്ങനെ 3D നോക്കെ 3D ഇങ്ങനെ വൈൻഡ് ചെയ്തെടുത്തേക്കുവാണ്. ഇതിനെ വിളിക്കുന്നവര് സ്ക്വിറൽ കേജ്. ഈ അറ്റത്തുള്ള ഭാഗത്തിന് വിളിക്കുന്നവരാണ് എൻഡ് റിങ്സ്. എന്താ വിളിക്കുക? എൻഡ് റിങ്സ്. ഓക്കെ അല്ലേ, ഇത് വൈൻഡിങ്സ് ആണ്, ഇത് സ്റ്റീൽ വൈൻഡിങ്സ് ആണ്. ഓക്കെ അല്ലേ, ഈ വൈൻഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, സോ ഇതാണ് സ്ക്വിറൽ കേജ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ലിപ്പ് റിംഗ് വോണ്ട് റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഇതിന്റെ റോട്ടർ വൈൻഡിങ്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വൈൻഡിങ് ഉണ്ടല്ലോ, ഈ വൈൻഡിങ്ങിന് പകരമുള്ള വൈൻഡിങ് ആണ് ഇത്. കണ്ടോ, വൈൻഡിങ് ഉണ്ട്. വൈൻഡിങ് നേരെ ചെല്ലുന്നത് സ്ലിപ്പ് റിങ്സിനകത്തോട്ടാണ്. എന്താണ് സ്ലിപ്പ് റിങ്സ്? ഈ സ്ലിപ്പ് റിങ്സിന്റെ മുകളിൽ ബ്രഷ് ഇരിപ്പുണ്ട്. അവിടെ മോട്ടർ കറങ്ങുമ്പോ നമ്മളിങ്ങനെ ഇത് വെക്കൂല, ഇങ്ങനെ നമ്മൾ പണ്ട് മോട്ടറിന്റെ ഫിഗർ വെച്ചപ്പോ ഇങ്ങനെ സാധനം വരച്ചിട്ടില്ലേ, ഇതാണ് സ്ലിപ്പ് റിങ്സ്. ഇങ്ങനെ സാധനം നമ്മൾ വരച്ചിട്ടില്ലേ പണ്ട് മോട്ടർ വരയ്ക്കുമ്പോ? ഇതേപോലെ ഇത് സ്പ്ലിറ്റ് റിങ്സ് ആണ്. അതേപോലെ ഇങ്ങനെ ഫുൾ ഓർഡറുള്ള സ്ലിപ്പ് റിങ്സ്. അപ്പൊ ഇതാണ് ആ സ്ലിപ്പ്. ഇതിന്റെ ഒരു സംഭവമാണ്, ഇതാണ് ആ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ലിപ്പിന്റെ മുകളിൽ എന്തുണ്ട്? ബ്രഷ് ഇരിപ്പുണ്ട്. ഈ ബ്രഷ് നേരെ കണക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനകത്തോട്ടാണ്. ക്ലിയർ ആണോ? സോ ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു എന്ത് നോക്കാം, ഒരു റെപ്രസെന്റേഷൻ നോക്കാം എങ്ങനെയാണ്. ഓ മൈ ഗോഡ്. ഓക്കെ, നോക്കാം. സോ നമ്മുടെ ടെസ്ലയാണ് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു തല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻഡക്ഷൻ മോട്ടർ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതാണ്ട് ഈ ഭാഗം, ആ ഒരു ചുമന്ന ഭാഗം അതിന്റെ സ്റ്റേറ്ററാണ്. അപ്പോൾ ആ സ്റ്റേറ്റർ ഭാഗത്തിൽ നിന്ന് കാണാൻ പറ്റും 3 ഫേസ് വൈൻഡിങ്. നോക്കേ, അത് സ്ലോട്ട് ഞാൻ കാണിച്ചെന്നില്ലായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചെന്നില്ലായിരുന്നു സ്ലോട്ട്. അതിൻ്റെ പുറത്തിരിക്കുന്നത് എന്താണ്, കോറ്. ആ പുറത്തെ സംഭവമാണ് ഫ്രെയിം. ആ നീല കളറിരിക്കുന്ന സാധനമാണ് ഫ്രെയിം. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് വരാം. ഓക്കെ, സോ ശ്രദ്ധിക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്.
ഞാൻ പറഞ്ഞു ഇതാണ് റോട്ടർ, കറങ്ങുന്ന ഭാഗം എന്താ ഇതാണ് സ്ക്വയറൽ കേജ് അല്ലെങ്കിൽ ഈ സ്ലിപ്പ് റിംഗ് വൂണ്ട് റോട്ടർ. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ. ഓക്കെ, ശ്രദ്ധിച്ചേക്കാം. ഈ സ്റ്റേറ്ററിനകത്തുള്ളില്, ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഈ സ്റ്റേറ്ററിനകത്തുള്ളില് നമുക്ക് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് കിട്ടുക. എന്തുകൊണ്ടാ? നമ്മളിവിടെ 3 ഫേസ് വൈൻഡിങ് യൂസ് ചെയ്യാം. 1 ഫേസ് വൈൻഡിങ് ആണെങ്കിൽ നമുക്ക് ഒരു ഫേസിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. 3 ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ 3 ഫേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. 3 ഡിഫറെന്റ് ഫേസിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോ അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പോലെ നമുക്ക് തോന്നും. ഓക്കെ അല്ലേ? സോ ഒരു ഫേസ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. 2 ഫേസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ഫേസ് വ്യത്യാസം. 3 ഫേസ് ആണെങ്കിൽ നമുക്ക് 3 ഡിഫറെന്റ് ഫേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്ത് നിൽക്കുമ്പോൾ അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് മാറും. അല്ലെങ്കിൽ കറങ്ങുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും? എന്നോട് പറയാം, ഒരു സ്റ്റേറ്ററിനകത്ത് 3 ഫേസ് വൈൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ 3 ഫേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അവിടെ കിട്ടും. അത് നമുക്ക് എന്തായിട്ട് തോന്നും? ഒരു റൊട്ടേറ്റ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് തോന്നും. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? സോ നമ്മുടെ സ്റ്റേറ്ററിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. നോട്ട് ചെയ്ത് നോക്കുക, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ വിളിക്കുന്ന പേരാണ് സിൻക്രണസ് സ്പീഡ്. എന്ത് വിളിക്കും? സിൻക്രണസ് സ്പീഡ്. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനെ വിളിക്കുന്ന പേരാണ് സിൻക്രണസ് സ്പീഡ്. അതിന് നമ്മൾ NS എന്ന് റെപ്രസെന്റ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ് ഉദ്ദേശിക്കുക. NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻക്രണസ് സ്പീഡ്. NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻക്രണസ് സ്പീഡ്. ഓക്കെ, സോ ശ്രദ്ധിച്ചേക്കാം. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു നമ്മളിവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമ്പോൾ ഇതിനകത്ത് നമ്മുടെ റോട്ടർ ഇരിപ്പില്ലേടാ, നമ്മുടെ റോട്ടർ ഇതിനകത്തല്ലേ ഇരിക്കുക. റോട്ടർ ഇതിനകത്തല്ലേ ഇരിക്കുക. അപ്പൊ ഈ റോട്ടർ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഓക്കെ, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചുറ്റും ഉണ്ടാവുന്നുണ്ട്. റോട്ടർ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോ ഈ റോട്ടറിനകത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് കുറെ വയറുകളാണ് ഉള്ളത് അല്ലെ, കുറെ കോയിൽസാ ഉള്ളത്. അപ്പൊ ഈ കോയിലിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ കോയിലിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇത് കോയിലിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ആ ഒരു കോയിലിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴെങ്കിലും നമ്മുടെ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ EMF ഇൻഡ്യൂസ് ആവും. ഇപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ആവും. മാത്രമല്ല നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ച കാര്യമാണ്, നമ്മൾ എപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് കയറി കോയിലിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ, ഒരു ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ ഈ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് കയറിയും ഗ്ലാസിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവും. എങ്ങനെയുള്ള ഫോഴ്സാ? ഈ ഉണ്ടാവാൻ ലെൻസസ് ലോ പഠിച്ചില്ലേ? ലെൻസസ് ലോ എന്താ പറയുന്നത്? ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അത് ഉണ്ടാകാനുള്ള കാരണത്തിനെ റെസിസ്റ്റ് ചെയ്യും അല്ലെ. ഉണ്ടാകുന്ന EMF അത് ഉണ്ടാവാനുള്ള ഒരു കോയിലിനകത്ത് ഉണ്ടാകുന്ന EMF അത് ഉണ്ടാകാനുള്ള റീസണെ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പഠിച്ചിട്ടില്ലേ? അതായത് നമ്മുടെ റോട്ടറിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങുവാണ്. അപ്പൊ ഈ ചേഞ്ച് ആണ് ഇവിടെ EMF ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് ചെയ്യാൻ നോക്കും? ഈ ഒരു ചേഞ്ചിനെ ഇല്ലാണ്ടാക്കാൻ നോക്കും. ഇയാൾ ഇങ്ങനെ കറങ്ങുന്നതിനെ കൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു EMF ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ചേഞ്ച് ഇവർ തമ്മിലുള്ള റിലേറ്റീവ് മൂവ്മെന്റ് ഇല്ലാണ്ടാക്കണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ഈ റോട്ടർ എന്ത് ചെയ്യണം? അതേ ദിശയിൽ കറങ്ങണം. വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് അവിടെ EMF ഉണ്ടാകുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കി എങ്ങനെയൊക്കെ നമുക്കൊരു EMF ഉണ്ടാക്കാം. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച കാര്യം. നമ്മുടെ കയ്യിൽ ഒരു കോയിലുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ EMF ഉണ്ടാക്കാം? ഒന്നെങ്കിൽ ഈ മാഗ്നറ്റ് നമ്മൾ കോയിലിനകത്തോട്ട് അങ്ങോട്ട് ആക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ പഠിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ ഗാൽവനിക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പറ്റും? ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു കോയിലുമായിട്ട് ലിങ്ക് ആവും. കോയിലുമായിട്ട് ലിങ്ക് ആവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം ഉണ്ടാവും, EMF ഉണ്ടാവാൻ കാരണമാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ കോയിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇങ്ങോട്ടും കൊണ്ടുവരണം അല്ലേ? ആണോ? ഓക്കെ. അല്ലെങ്കിൽ അപ്പൊ കോയിലോ അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് മൂവ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു EMF ഉണ്ടാവാൻ കാരണം. ഞാനൊരു കാര്യം ചോട്ടെ,
ഈ ഒരു മാഗ്നറ്റ് ഞാൻ നടുക്ക് വെച്ചു. എന്നിട്ട് ഈ ഒരു മാഗ്നറ്റ് ഞാൻ നടുക്ക് വെച്ചിട്ട് ഞാൻ ഇതിനെ രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് മാഗ്നറ്റ് ഞാൻ നടുക്ക് വെച്ചു. ഓക്കെ, എന്നിട്ട് ഇവർ രണ്ടുപേരെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാണ്. അപ്പോ EMF ഉണ്ടാവും. അതായത് ഒന്നെങ്കിൽ നോക്കേ, ഇതൊരു കോയിലാണ്. കോയിലിനകത്തോടെ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്തുണ്ടാവും? EMF ഉണ്ടാവും. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ട് കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്തുണ്ടാവും? EMF ഉണ്ടാവും. ഞാനൊരു കാര്യം ചോട്ടെ, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ തന്നെ വെച്ചേക്കുവാണ്, കോയിൽ ഇവിടെ തന്നെ വെച്ചേക്കുവാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊണ്ടുപോവാ, അവിടെ EMF ഉണ്ടാവും? ഇല്ല. കാരണം എന്താ? ഇവര് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ 0 ആണ് അവിടെ. ഈ കോയില് വെറുതെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവൂലേ? EMF ഉണ്ടാവില്ല. എപ്പോഴുണ്ടാവുന്നത്? ചേഞ്ച് ഉണ്ടാവണം, മോഷൻ ഉണ്ടാവണം. അപ്പൊ ഞാനിത് ഇവിടെ വെറുതെ വെച്ചേക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, വല്ല ചേഞ്ച് ഉണ്ടാവും? ഒരു ചേഞ്ച് ഉണ്ടാവൂല, അവിടെ EMF ഉണ്ടാവില്ല. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, ഫീൽഡിനെ തടയാനുള്ള ഒരേ ഒരു വഴി, ഈ ഇരിക്കുന്ന റോട്ടറും എന്ത് ചെയ്യുക, ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതേ സ്പീഡിൽ കറങ്ങാന്നുള്ളൂ. നോക്കടാ, ഇത് ഇങ്ങനെ പോണം, നേരെയുള്ള മോഷൻ. ഓക്കെ, ഇവിടെ നമ്മളെ കോയിൽ ഇരിപ്പുണ്ട്. ഈ കോയില് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതിനെ കൊണ്ടാണല്ലോ ഇവിടെ EMF ഉണ്ടാവുന്നത്. അപ്പോ ഈ EMF ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ പേന, അതായത് ഈ ഒരു മാഗ്നറ്റ് പോണ അതേ ദിശയിലോട്ട് ഈ കോയിലൂടെ അങ്ങ് പോയാൽ പോരെ, അല്ലേ? അപ്പോ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു EMF-നെ തടയാൻ വേണ്ടി ലെൻസ് ലോ പ്രകാരം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടാവുന്ന EMF നോക്കുക. അപ്പോ ഈ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഈ ഇരിക്കുന്ന റോട്ടറും അതേ സ്പീഡിൽ കറങ്ങിയാൽ പോരാടാ. ഇവിടെ നോക്കടാ, ഇവിടെ റോട്ടർ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റോട്ടർ എന്ത് ചെയ്യണം? അതേ സ്പീഡിൽ എന്ത് ചെയ്യണം? തിരിയണം. അപ്പോ ഈ റോട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കൂടെ കറങ്ങാൻ തുടങ്ങും, കറങ്ങാൻ തുടങ്ങും. എന്തിനു വേണ്ടിയാ കറങ്ങണേ? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നത് ഞാൻ പറഞ്ഞു NS, സിങ്ക്രണസ് സ്പീഡിലാണ്. നമ്മുടെ റോട്ടർ കറങ്ങുന്നത് NR-ലാണ്. ഓക്കെ അല്ലേ? സോ ഒരിക്കലും നമ്മുടെ റോട്ടറിന് സിങ്ക്രണസ് സ്പീഡിൽ എത്താൻ പറ്റൂല. എന്തുകൊണ്ടാ? സിങ്ക്രണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ റോട്ടർ എന്താവും? അവിടെ സ്റ്റോപ്പ് ആവും. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടർ ഒരേ സ്പീഡായില്ല. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറോട് ഒരേ സ്പീഡല്ല. അപ്പൊ EMF ഉണ്ടാവുന്നവിടെ നിൽക്കും. EMF ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മോട്ടർ കറങ്ങും? ഇല്ല. ഒന്നുകൂടെ പറയാം, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മുടെ റോട്ടറിനകത്ത് ഒരു EMF ഉണ്ടാവും. ഈ EMF ഉണ്ടാകുന്നത്, EMF-നകത്ത് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് കയ്യിലും കോയിലിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഉണ്ടാവും. EMF കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഒരുപാട് കോയിലുണ്ട്. ഓക്കെ, ഇതിനകത്തെല്ലാം ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ഓരോ കോയിലിനകത്ത് ഇങ്ങനെ ഫോഴ്സ് ഉണ്ടാവും. അത് കാരണം ഇത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഏത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഏത് സ്പീഡിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതേ സ്പീഡിൽ എത്താൻ വേണ്ടി എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങും. അപ്പോ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നത് സിങ്ക്രണസ് സ്പീഡിലാണ്, NS-ലാണ്. അതിന് തൊട്ടടുത്ത സ്പീഡ് വരെ ആരെത്തും? റോട്ടറിന് കറങ്ങാം. മനസ്സിലായോ? ഇനി നമുക്ക് ആ ഒരു വീഡിയോ നോക്കാം. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. നോക്ക്, നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കിടന്ന് കറങ്ങുന്നത്. കണ്ടോ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാണ്? കറങ്ങുകയാണ്. എങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ കയ്യിൽ 3 ഫേസിൽ നോക്കി 3 ഫേസിലുള്ള കോയിൽസ് ഉണ്ട്. അപ്പോൾ ഓരോ കോയിലും ഓരോ ഫേസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, അല്ലേ? നോക്ക്, ഇപ്പോൾ ഓരോത്തിലേക്കൂടെ പോകുന്ന കറണ്ട് ഡയറക്ഷൻ വ്യത്യാസമാണ്. ഓരോ കോയിലിൽ കൂടെ പോകുന്ന കറണ്ട് ഡയറക്ഷൻ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഓരോ രീതിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ ആയിരിക്കും. സെക്കൻഡ് കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കേ, ഇത് ഫസ്റ്റത്തെ സെക്കൻഡത്തിന്റെ കാര്യം പറയുന്നത്. സെക്കൻഡ് കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? കുറച്ചുകൂടെ ചരിഞ്ഞിട്ടായിരിക്കും. കുറച്ചുകൂടെ ചരിഞ്ഞിട്ടായിരിക്കും. കണ്ടോ? ഇത് ഫസ്റ്റ് നോക്കി നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റും. അപ്പൊ 3 കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് ഒരേ സമയം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന സ്പീഡാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന സ്പീഡാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇത് കുറച്ചുകൂടെ നോക്കാം. നോക്കൂ. അപ്പോൾ നമ്മുടെ
ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മുടെ റോട്ടറിനകത്തും ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, റോട്ടറിനകത്തും ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കാരണം പതുക്കെ എന്ത് ചെയ്യും, നോക്ക് റോട്ടറിനകത്ത് ഉണ്ടോ, എല്ലാ കോയിലിനകത്ത് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം റോട്ടർ പതുക്കെ എന്ത് ചെയ്യും, കറങ്ങാൻ വേണ്ടി ശ്രമിക്കും. ഏത് സ്പീഡിൽ, മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന ഏത് സ്പീഡിലാണോ ആ സ്പീഡിൽ റോട്ടർ എന്ത് ചെയ്യാൻ നോക്കും, കറങ്ങാൻ നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നത് സിങ്ക്രണസ് സ്പീഡിലാണ്. അപ്പോൾ റോട്ടർ എന്ത് ചെയ്യും, സിങ്ക്രണസ് സ്പീഡ് എത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയാണ് ഇൻഡക്ഷൻ മോട്ടർ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. കണ്ടോ? ഓക്കെ അല്ലേ? എഡ്ഡി കറണ്ട് ലോസ് ഒക്കെ മിനിമം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അയൺ കോറുകൾ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇത് സെൽഫ് സ്റ്റാർട്ടിങ് ആയതിനെക്കൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഓക്കെ അല്ലേ? സോ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കൂടെ കിടന്ന് ആരെന്ത് ചെയ്യും, ആ റോട്ടർ എന്ത് ചെയ്യും, കറങ്ങും. ഓക്കെ, സോ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം, സോ ഇവിടുത്തെ ഇ എം എഫ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ കൊച്ചിലോട്ട് പഠിക്കുന്നതാണ്. ഇ എം എഫ് ഇസ് ഈക്വൽ ടു -n d∅dt നമ്മൾ പറയാം. ഇ എം എഫ് ഇസ് ഈക്വൽ ടു -n d∅. മൈനസ് എന്ന് പറഞ്ഞാൽ ലെൻസസ് ലോ, അതായത് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, അതായത് മൈനസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽ. സോ n d∅dt. ശ്രദ്ധിക്കുക, നമുക്ക് പുതിയൊരു സാധനം പഠിക്കാനുണ്ട്. സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. എന്ത് പഠിക്കാനുണ്ട്? സ്ലിപ്പ്. അപ്പോൾ സ്ലിപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കോ. സ്ലിപ്പ് വളരെ സിമ്പിളാണ്. നമ്മുടെ NS ഇല്ലേ, NS എന്ന് വെച്ചാൽ എന്താ? NS എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്. NSനെ NR വെച്ച് മൈനസ് ചെയ്യുക. NR എന്ന് വെച്ചാൽ എന്തുവാ? റോട്ടർ സ്പീഡ്. അപ്പോൾ നമ്മുടെ സിങ്ക്രണസ് സ്പീഡിൽ നിന്ന് റോട്ടർ സ്പീഡ് മൈനസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, സിങ്ക്രണസ് സ്പീഡിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങും, റോട്ടർ അതിനെ പിടിക്കാൻ വേണ്ടി പിറക്കെ കറങ്ങും. ഓക്കെ അല്ലേ? പക്ഷെ ഒരിക്കലും റോട്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സിങ്ക്രണസ് സ്പീഡ് എത്താൻ പറ്റില്ല. അപ്പോൾ ഇവർ കറങ്ങുന്നതിൽ ചെറിയൊരു വ്യത്യാസം കാണല്ലോ. സിങ്ക്രണസ് സ്പീഡ് ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ റോട്ടർ സ്പീഡ് ചിലപ്പോൾ ഒരു 45 ആയിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് എത്ര? 5. അതാണ് നമ്മൾ പറയുന്നത് NS - NR. ഓക്കെ, ഡിവൈഡ് ബൈ NS. ഓക്കെ, ഇൻറ്റു 100 ആണ് നമ്മുടെ സ്ലിപ്പിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ പറയാം NS - NR ഡിവൈഡ് ബൈ NS ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു സ്ലിപ്പിൻ്റെ പെർസെൻറ്റേജ്. സ്ലിപ്പ് എത്ര പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെയാണ്, NS - NR ബൈ NS. വളരെ സിമ്പിളാണ്. NS സിങ്ക്രണസ് സ്പീഡ് മൈനസ് റോട്ടർ സ്പീഡ് ഡിവൈഡ് ബൈ സിങ്ക്രണസ് സ്പീഡ് ഇൻറ്റു 100%. ഓക്കെ അല്ലേ? സോ ഇനി സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 120 F/T ആണ് സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? 120 F/T. ഓക്കെ, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിക്കുക, എപ്പോഴും റോട്ടർ സ്പീഡിനേക്കാൾ സിങ്ക്രണസ് സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒരിക്കലും റോട്ടർ സ്പീഡ് സിങ്ക്രണസ് സ്പീഡിനേക്കാളും കൂടുതല. ഒന്നെങ്കിൽ റോട്ടർ സ്പീഡ് സിങ്ക്രണസ് സ്പീഡിനേക്കാൾ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ റോട്ടർ സ്പീഡ് സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ അല്ലേ? സിങ്ക്രണസ് സ്പീഡിനേക്കാൾ റോട്ടറിന് എന്ത് കൂടില്ല? സ്പീഡ് കൂടില്ല. മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ എന്ത് ചെയ്യില്ല? റോട്ടർ കറങ്ങാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം. സോ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളൊരു ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ റോട്ടർ അനങ്ങാതെ നിൽക്കുമായിരിക്കുമല്ലോ, കറങ്ങുന്ന സാധനം അനങ്ങാതെ നിൽക്കുമായിരിക്കുമല്ലോ തുടങ്ങുമ്പോൾ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ NR നമുക്ക് 0 ആയിട്ട് എടുക്കണം. സിഗ്നൽ സ്പീഡ് അവിടെ ഉണ്ട്, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ NR 0 അറ്റ് സ്റ്റാർട്ടിങ്ങിൽ NR എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ലിപ്പ് എങ്ങനെ കണ്ടുപിടിക്കൂടാ? സ്ലിപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS - NR ഡിവൈഡ് ബൈ NS എന്നല്ലേടാ, അല്ലേ? ഇവിടെ NR എന്തുവാ? NS - NR ഡിവൈഡ് ബൈ NS എന്നാ. ഇവിടെ NR എന്തുവാ? 0 ആണ്. അപ്പോൾ NS ബൈ NS കിട്ടും. NS ബൈ NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിട്ടും. 1 എന്ന് പറഞ്ഞാൽ 1 × 100 100%. സ്ലിപ്പ് എന്തായിരിക്കും? 100% ആയിരിക്കും. അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ തുടങ്ങുന്ന ടൈമിൽ സ്ലിപ്പ് എത്ര? 100% ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. ക്ലിയർ ആണോ? അറ്റ് സിങ്ക്രണസ് സ്പീഡ് എപ്പോഴെങ്കിലും ഈ ഒരു റോട്ടർ സിങ്ക്രണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, NR ഇസ് ഈക്വൽ ടു NS എന്നാവൂലോ. അതായത് റോട്ടറിൻ്റെ സ്പീഡും സിങ്ക്രണസ് സ്പീഡും സെയിം ആവുന്നു. അപ്പോൾ എന്ത് പറ്റും? NS - NR ഡിവൈഡ് ബൈ NS അല്ലേ സ്ലിപ്പ്.
എൻ ആറും എൻ എസും ഒരേ സാധനം. അപ്പോൾ മൈനസും മൈനസ് 0 ആയിരിക്കും. എന്ത് കിട്ടും? 0%. അപ്പോൾ മാക്സിമം സ്പീഡിൽ സ്ലിപ്പ് 0 ആണ്, തുടക്കത്തിൽ സ്ലിപ്പ് 100% ആണ്. മാക്സിമം സ്പീഡിൽ സ്ലിപ്പ് 0 ആണ്, തുടക്കത്തിൽ സ്ലിപ്പ് 100% ആണ്. ഓക്കെ അല്ലേ? ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോണത് സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? റോട്ടർ കറണ്ടും ആൻഡ് വോൾട്ടേജ് ഫ്രീക്വൻസി. റോട്ടർ കറണ്ട് വോൾട്ടേജ് ഫ്രീക്വൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസിയാണ്. സ്റ്റേറ്ററിൻ്റെ വോൾട്ടേജ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 F/P ആണ്. എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 F/P ആണ്. ഇപ്പം തന്നെ പഠിച്ചത് എൻ എസ് ഇസ് ഈക്വൽ ടു 120 F/P. 120 F/P. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ എഫ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചുകൂടാ. എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്കറിയാം എൻ എസ് ഇസ് ഈക്വൽ ടു 120 F/P ആണെങ്കിൽ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി പീനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, 120നെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് കിട്ടും? പീനപ്പുറം കൊണ്ടുപോകുമ്പോൾ പി ഇൻറ്റു എൻ എസ് ഡിവൈഡ് ബൈ 120 ഇസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. ഓക്കെ, വേറെ നമുക്ക് പൺസ് ഒന്നും വായിച്ച് കളയരുത്. ഓക്കെ, അപ്പോൾ പി ഇൻറ്റു എൻ എസ് ഡിവൈഡ് ബൈ 120 ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? പി ഇൻറ്റു എൻ എസ് ഡിവൈഡ് ബൈ 120 ആണ്. ഓക്കെ അല്ലേ? ഈ റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി എന്താണ്? വാട്ട് ഈസ് ദ റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി? റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ എസിന് പകരം എന്ത് ചെയ്യുക? എൻ എസ് മൈനസ് എൻ ആർ കൊടുക്കുക. ഇത് എന്താണ്? സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി. സ്റ്റേറ്റർ കറങ്ങുന്ന സ്പീഡ് എത്ര? എൻ എസ് അല്ലേ? സിങ്കർണസ് സ്പീഡിലാണ്. റോട്ടർ കറങ്ങുന്ന സ്പീഡ് എത്ര? അത് എൻ ആർ റോട്ടർ സ്പീഡാണ്. പക്ഷെ നമ്മൾ ഫ്രീക്വൻസിയുടെ കാര്യം പറയുമ്പോൾ സ്റ്റേറ്ററിനെക്കാൾ എത്ര കുറവാണ് റോട്ടർ? അതാണ് നമ്മൾ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എൻ എസിൻ്റെ സ്ഥാനത്ത്, ഇവിടുത്തെ എൻ എസിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? എൻ എസ് മൈനസ് എൻ ആർ എന്ന് കൊടുക്കുക. സോ എന്ത് കിട്ടും ആൻസർ? പി ഇൻറ്റു എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ 120 എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ എൻ എസിന് വരെ എന്ത് കൊടുത്തു? എൻ എസ് മൈനസ് എൻ ആർ കൊടുത്തു. അപ്പോൾ റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി കിട്ടും. എന്ത് കിട്ടും? റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നൈസിന് എന്ത് ചെയ്യുന്നു? നമ്മൾ നൈസിന് ഹലോ ഓക്കെ, നമ്മൾ നൈസിന് ഈ നോക്കണം, സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് വിളിക്കും? എഫ് എന്ന് വിളിക്കും. റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസിനെ നമ്മൾ FR എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അതോടെ ഓർത്തിരിക്കുക. സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി നമ്മൾ ഫ്രീക്വൻസി വെറും എഫ്. റോട്ടറിൻ്റെ വോൾട്ടേജ് ഫ്രീക്വൻസിനെ FR എന്ന് വിളിക്കും. ഓക്കെ, നമ്മളിനി കണ്ടുപിടിക്കാൻ പോണത് FR ഡിവൈഡ് ബൈ എഫ്. റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസിയുടെ സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസിയുടെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഇതാ വളരെ സിമ്പിളാണ്. പി ഇൻറ്റു എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ 120 ആണ് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് റോട്ടർ. ഇനി പി ഇൻറ്റു എൻ എസ് ഡിവൈഡ് ബൈ 120 ആണ് ഫ്രീക്വൻസി ഓഫ് സ്റ്റേറ്റർ. അല്ലേ? നമ്മളിവിടെ പഠിച്ചതാണ്. സ്റ്റേറ്ററിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ PNS ഡിവൈഡ് ബൈ 120. റോട്ടറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ NS പകരം NS മൈനസ് എൻ ആർ. അത് ഇവിടെ ഇട്ട് കൊടുത്തു. അത് എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് പിയും പിയും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോഴും ക്ലിയർ ആവും. പിയും പിയും വെട്ടിക്കളഞ്ഞു. അതേപോലെ 120 വെട്ടിക്കളഞ്ഞു. അപ്പോൾ എന്ത് വരിടാം? അപ്പോൾ NS ബൈ NR ഡിവൈഡ് ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? NS മൈനസ് NR ഡിവൈഡ് ബൈ NS. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് സ്ലിപ്പിൻ്റെ ഇക്വേഷൻ. നമുക്ക് മുകളിൽ താണ്ടേ എവിടെ താണ്ടേ NS മൈനസ് NR ഡിവൈഡ് ബൈ NS അല്ലേ? അതായത് നമ്മൾ FR ബൈ F എടുത്തപ്പോൾ റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസിയും ഡിവൈഡ് ബൈ സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് കിട്ടി, സ്ലിപ്പ് കിട്ടി. അതായത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെടാ. അപ്പോൾ FR ഡിവൈഡ് ബൈ F ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതി കൂടെ. FR ഡിവൈഡ് ബൈ F ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതി കൂടെ. അതിനർത്ഥം എഫിനെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി എന്ന് എഴുതി കൂടെ. സോ FR ഇസ് ഈക്വൽ ടു SF എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്ത് പോവാം. ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞു സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി അഥവാ സ്റ്റേറ്ററിനകത്തുള്ള വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഇൻറ്റു NS ഡിവൈഡ് ബൈ 120 ആണ്. ഓക്കെ, ഇനി റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ NSന് പകരം എന്ത് ചെയ്തു? നമ്മൾ NS മൈനസ് NR ഇട്ടു. റോട്ടറിൻ്റെ സ്പീഡ് NS മൈനസ് NR ആണ്. ഓക്കെ,
അപ്പോൾ എന്ത് കിട്ടി നമുക്ക് പി ഇൻറ്റു എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ 120 എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ രണ്ട് റേഷ്യോ എടുത്തു, എഫ് ആർ ബൈ എഫ് എടുത്തു, ഈസിക്കൽ ടു എസ്. എഫ് ആർ ബൈ എഫ് എടുത്തപ്പോൾ നമുക്ക് എസിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ എഴുതി എഫ് ആർ ബൈ എഫ് ഈസിക്കൽ ടു എസ്. ഇനി എഫ് ആർ സിക്കൽ നമ്മൾ എന്ത് ചെയ്തു, എസ് ഇൻറ്റു എഫ്. ഓക്കെ അല്ലേ, എഫ് ആർ സിക്കൽ ടു എസ് എഫ് എസ് എഫ് എസ് എഫ് എസ് എഫ് എസ് എസ് എഫ്. ഓക്കെ, അടുത്ത സ്റ്റാർട്ടിങ് സ്ലിപ്പ് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മുടെ എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സോറി, എൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. റോട്ടറിൻ്റെ കറക്കത്തിൻ്റെ സ്പീഡ് 0 ആണ്. അപ്പോൾ നമുക്ക് സ്ലിപ്പ് 1 എന്നാണ് അവിടെ കിട്ടിയത് അല്ലേ. 100% നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ 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 എവിടെ കണ്ടേ എവിടെ അറ്റ് സിംഗ്രണസ് സ്പീഡ് അറ്റ് സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അറ്റ് സിംഗ്രണസ് സ്പീഡ് എസ് 0 ആണ് അല്ലേ, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ ഇവിടെ എടുക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ എസിൻ്റെ വാല്യൂ 1 ആണ്, തുടക്കത്തിൽ എസിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ അതിട്ട് കൊടുക്കുമ്പോൾ എഫ് ആർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് അല്ലേടാ, എസ് എന്തോ 1. അത് എഫ് ആറും എഫും തുടക്കത്തിൽ എന്തായിരിക്കും, റോട്ടർ ഫ്രീക്വൻസിയും സ്റ്റേറ്റർ ഫ്രീക്വൻസിയും തുടക്കത്തിൽ സെയിം ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ മോട്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ റോട്ടർ ഫ്രീക്വൻസിയും സ്റ്റേറ്റർ ഫ്രീക്വൻസിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. വളരെ സിമ്പിളാണ്. മറ്റേ സിംഗ്രണസ് സ്പീഡിലോ നമുക്കറിയാം എഫ് ആർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് അല്ലേ, എഫ് ആർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ്. അപ്പോൾ സിംഗ്രണസ് സ്പീഡിൽ നമുക്കറിയാം എസിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ എഫ് ആർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അതായത് സിംഗ്രണസ് സ്പീഡിൽ വോൾട്ടേജ് ഫ്രീക്വൻസി എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ വോൾട്ടേജ് ഫ്രീക്വൻസി സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസിയും റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. സിംഗ്രണസ് സ്പീഡിൽ നമ്മുടെ റോട്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി എന്തായിരിക്കും, 0 ആയി പോകും. ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ റോട്ടർ കറണ്ടിനെ പറ്റി പഠിക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുന്ന ഓരോ ടേംസും എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, വേറെ നോക്കണ്ട, ഇതിൽ കുറേ സാധനം കിടപ്പുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറയുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാം. നോക്കാം, അറ്റ് സ്റ്റാൻഡ് സ്റ്റില്ല്, അതായത് സ്റ്റാർട്ടിങ് ടൈമിലെ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ അറ്റ് സ്ലിപ്പ് എസ്, റണ്ണിങ് ടൈമിലെ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഇവിടെ എഴുതിയിരിക്കുന്ന ടേംസ് എല്ലാം സ്റ്റാർട്ടിങ്ങിലുള്ള ടേംസും ഇവിടെ എഴുതിയിരിക്കുന്ന ടേംസ് എല്ലാം റണ്ണിങ്ങിലുള്ള ടേംസുമാണ്. ഓക്കെ, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ടേംസാണ് ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. മോട്ടോർ റൺ ചെയ്യുമ്പോഴുള്ള ടേംസാണ് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു എല്ലാം കൂടെ നോക്കി കൺഫ്യൂഷൻ ആക്കരുത്, പറയുന്ന പോയിന്റുകൾ മാത്രം നോക്കാതെ എഴുതിയെടുക്കുക. ഫസ്റ്റ് E2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. E2 ഓക്കെ, E2 എന്ന് തന്നെ എഴുതണം. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ഓഫ് റോട്ടർ പെർ ഫേസ്. ഓക്കെ അല്ലേ, ഒരു ഫേസിനകത്തുള്ള റോട്ടറിൻ്റെ EMF ആണ് എന്ത്, E2 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫേസിനകത്തുള്ള റോട്ടറിൻ്റെ EMF എപ്പോൾ, സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ E2 എന്ന് വെച്ചാൽ എന്താ, മോട്ടർ തുടങ്ങുമ്പോൾ അതിനകത്തുള്ള EMF E2. ഓക്കെ, ഇനി E2S എന്ന് പറഞ്ഞാൽ എന്താ, EMF അറ്റ് സ്ലിപ്പ് പെർ ഫേസ്. റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനൊരു സ്ലിപ്പിൻ്റെ വാല്യൂ ഉണ്ടല്ലോ. എങ്ങനെ സ്ലിപ്പിൻ്റെ വാല്യൂ പിടിക്കുന്നത്, NS മൈനസ് NR ഡിവൈഡ് ബൈ NS ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അതാണ് സ്ലിപ്പ്. ഓക്കെ, അപ്പോൾ അത് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ലിപ്പിലായിരിക്കില്ല അത് റണ്ണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ലിപ്പിനകത്തുള്ള EMF പെർ ഫേസ് ആണ് E2S. തുടങ്ങുമ്പോൾ ഉള്ള EMF ആണ് E2, സ്ലിപ്പിനകത്തുള്ള EMF ആണ് E2S. ഇത് നമുക്കിത് ഇങ്ങനെ എഴുതാം, S ഇൻറ്റു E2 എന്ന് എഴുതാം. E2 എന്ന് വെച്ചാൽ എന്തുവാ, തുടങ്ങുമ്പോൾ ഉള്ള EMF. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, E2S എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, S ഇൻറ്റു E2 എന്ന് എഴുതാം. E2Sഉം S ഇൻറ്റു E2. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അടുത്ത I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഓഫ് റോട്ടർ പെർ ഫേസ്. ഓക്കെ അല്ലേ, ഒരു ഫേസിനകത്തുള്ള റോട്ടറിൻ്റെ കറണ്ട് ഇൻ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ അതാണ് I2. അപ്പം I2S എന്തായിരിക്കും എടാ, I2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഓഫ് റോട്ടർ അറ്റ് സ്ലിപ്പ് എസ് പെർ ഫേസ്. ഓക്കെ അല്ലേ, അപ്പോൾ സ്ലിപ്പ് ഉള്ളപ്പോൾ റണ്ണിങ് ഫേസിലുള്ള കറണ്ടാണ് I2S. ക്ലിയർ ആണോ? R2 എന്ന് വെച്ചാൽ എന്തുവാ,
റെസിസ്റ്റൻസ് ഓഫ് റോട്ടർ പെർ ഫേസ്. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയാലും ഇടയ്ക്കാണെങ്കിലും റെസിസ്റ്റൻസ് വാല്യൂ മാറാൻ പോകുന്നില്ല. സോ ഇവിടെ R2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ R2 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ, കാരണം കോൺസ്റ്റന്റ് ആണ്. അതെ, X2 X എന്ന് വെച്ചാൽ എന്തുവാ, ഇൻഡക്റ്റൻസ് അല്ലേ. അപ്പോൾ X2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ഇൻഡക്റ്റൻസ് പെർ ഫേസ്. ഓക്കെ അല്ലേ. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഒമേഗയാണ്, ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഒമേഗയാണ് അല്ലേ. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒമേഗ എന്ന് പറഞ്ഞത് 2πf ആണ് അല്ലേ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, 2πf ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും L2 × 2πf എന്ന് എഴുതാൻ പറ്റും. L2 × 2πf. നമുക്കറിയാം X2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള മോട്ടറിൻ്റെ ഇൻഡക്റ്റൻസ് ആണ്. അതിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് എന്ന് വെച്ചാൽ L ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ ഈ L ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം, L2 × 2πf. ഓക്കെ അല്ലേ, പെർ ഫേസ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൂടെ അതെങ്ങനെ എഴുതാം, X2s എന്ന് എഴുതാം. X2s അതായത് സ്ലിപ്പിനകത്തുള്ളത്. അതിനെങ്ങനെ എഴുതാം, L2 × 2πfr എന്ന് നമുക്ക് എഴുതാം. ശ്രദ്ധിക്കുക. തുടക്കത്തിൽ നമുക്കറിയാം, തുടക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തുടക്കത്തിൽ എഫും FRഉം സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2πf എന്ന് എഴുതുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ, സ്റ്റേറ്റർ വോൾട്ടേജ് ഫ്രീക്വൻസി. പക്ഷേ റണ്ണ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി മാറും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2πfr ആണ്. ഓക്കെ, L2 × 2πfr ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഇനി X2s നമുക്ക് എങ്ങനെ എഴുതാം, S × X2 എന്ന് എഴുതാം. S2x എങ്ങനെ എഴുതാം, സ്ലിപ്പ് × X2 എന്ന് എഴുതാം. നമ്മുടെ E2s S × E2 എന്ന് എഴുതിയായിരുന്നു. ഓക്കെ, ഇനി ഈ L2 2πfr എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ L2 × 2π × SF എന്ന് എഴുതി കൂടെടാ. നോക്കടാ, മറക്കല്ലേ. FRനെ നമുക്ക് S × F എന്ന് എഴുതാൻ പറ്റും. FRനെ നമുക്ക് S × F എന്ന് എഴുതാൻ പറ്റും. സോ നമ്മളിവിടെ എന്ത് ചെയ്തു, FRന് പകരം S × F എന്ന് എഴുതി. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പഠിക്കണ്ടേ. ഓക്കെ, അപ്പോൾ X2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L2 × 2πsf എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ഇംപിഡൻസ് Z2. ഓക്കെ, തുടക്കത്തിലുള്ള ഇംപിഡൻസ്, മോട്ടർ കറങ്ങി തുടങ്ങുമ്പോഴുള്ള ഇംപിഡൻസ്, സ്റ്റാർട്ടിങ്ങിലുള്ള ഇംപിഡൻസ് Z2 ആണ്. ഓക്കെ, അപ്പോൾ ഇംപിഡൻസ് പെർ ഫേസ് Z2 ആണ്. ഓക്കെ, ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ എന്തുവാ, R2 + jX2 എന്നാണ്. R2 + jX2 എന്നാണ് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ Z എന്തുണ്ട്, Z2s എന്ന് എഴുതാൻ പറ്റും. സ്ലിപ്പിനകത്തുള്ള Z2s എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാൻ പറ്റും, R2, കാരണം മോട്ടർ റണ്ണിങ് ആണെങ്കിൽ റെസിസ്റ്റൻസ് മാറുന്നില്ല, പ്ലസ് jX2s. ഇവിടുത്തുള്ള ഇംപിഡൻസ് X2s ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? സോ Z2s = R2 × jX2s. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പറയാം. സ്റ്റാർട്ടിങ്ങിലുള്ള EMF E2, അത് റണ്ണിങ്ങിലാവുമ്പോൾ E2s, അതിനെ S × E2 എന്ന് എഴുതാൻ പറ്റും. കറണ്ട് E2, ഇത് കറണ്ട് I2, ഇവിടെ I2s. റെസിസ്റ്റൻസ് R2, ഇവിടെയും R2s എന്ന് എഴുതുന്ന കാര്യമില്ല, കാരണം റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ X2, ഇവിടെ X2s. X എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. അത് L ഒമേഗ എന്ന് പറഞ്ഞാൽ L × 2πf ആണ്. ഇവിടുത്തെ നമ്മൾ L2 2πf എന്ന് എഴുതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, L2 × 2πfr എന്ന് എഴുതി. L2 × 2πfr എന്ന് എഴുതി, കാരണം L2 എന്താ, L2s ആവട്ടെ, കോൺസ്റ്റന്റ് ഇല്ലടാ അത്. L2 2πfr എന്ന് എഴുതി. FR നമ്മൾ എങ്ങനെ എഴുതി, L2 × 2πsf എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R + jX2 എന്നാണ്. R + jX ആണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റും, R2 × jX2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അപ്പുറത്ത് പോകുമ്പോഴോ R2 × jX2s. ക്ലിയർ ആണോടാ? ഓക്കെ, നമുക്കറിയാം I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈ കറണ്ടാണ്. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കറണ്ട്, അതായത് തുടങ്ങുന്ന ടൈമിൽ, മോട്ടർ തുടങ്ങുന്ന ടൈമിൽ നല്ല രീതിയിൽ കറണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, വലിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ കറണ്ട് വലിക്കുവാണെങ്കിൽ അവിടെ I2 കൂടുതലാണെന്ന് അർത്ഥം. ഓക്കെ, I2 കൂടുതലാണെന്ന് അർത്ഥം. നമുക്കറിയാം ഐയുടെ ഇക്വേഷൻ എന്തോടെ, കറണ്ട് ഇടിക്കുള്ള ഇക്വേഷൻ എന്തോ, V/R ആണല്ലേ. അവിടെ V/R നമ്മൾ DC സർക്യൂട്ടിലാണ് V/R യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏത് സർക്യൂട്ടാണ് കൂടെ നമ്മൾ V/Z ആണ് ഉപയോഗിക്കുക. Z എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ്. ഓക്കെ അല്ലേ, DC-യിലാണ് നമ്മൾ V/R യൂസ് ചെയ്യുക, AC-യിൽ V/Z ആണ്. ഓക്കെ, അപ്പോൾ V/Z നമുക്ക് എഴുതിക്കൂടെ, V/Z എന്ന് എഴുതിക്കൂടെ. ഈ V എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തുവാ,
ഇത് I2 എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള കറണ്ട്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ ആക്ച്വലി തുടക്കത്തിലുള്ള വോൾട്ടേജ്. അപ്പോൾ E2 എന്ന് എഴുതാം നമുക്ക്, അല്ലേ? ഇസഡിന് പകരം എന്ത് എഴുതാം? Z2 എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? സോ I2 എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള കറണ്ട് ഈസ് ഈക്വൽ ടു തുടക്കത്തിലുള്ള വോൾട്ടേജ് ഡിവൈഡ് തുടക്കത്തിലുള്ള ഇംപെഡൻസ്. ഓക്കെ, ഇനി ഇതിന് ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിൽ പഠിച്ചിട്ടുണ്ടാകും. ഇംപെഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിൻ്റെ ഈ ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്, ഏറ്റവും വാല്യൂ ഉള്ള സൈഡിലാണ് ഇംപെഡൻസ് ഉള്ളത്. ബാക്കി രണ്ടിടത്തും R ഉം X ഉം. അത് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ന്യൂസിൽ എപ്പോഴും ആരാ വരേണ്ടത്? ഇംപെഡൻസ്. താഴെ R ഉം X ഉം. മനസ്സിലായോ? ഇപ്പോൾ Z എനിക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. എനിക്ക് Z കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. Z അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ പോരെ? R സ്ക്വയർ പ്ലസ് X സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? Z സ്ക്വയർ കിട്ടും. ഇത് തന്നെയാണ് Z സ്ക്വയറിൻ്റെ വാല്യൂ, അല്ല Zൻ്റെ വാല്യൂ. ഓക്കെ, അത് പഠിക്കാം നമുക്ക്. ഇവിടുത്തെ ആംഗിളാണ് φ2. ഓക്കെ അല്ല, ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ട്രയാങ്കിളിനകത്തുള്ള വാല്യൂ ആണ് φ2 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിനകത്ത് Z2 ഉണ്ട്, φ2 ഉണ്ട്, R2 ഉണ്ട്, X2 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ ഞാൻ ഇപ്പുറത്തും പറയുകയാണ്. എടാ I2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കറണ്ടാണ് അവിടെ ഉള്ളത്. കറണ്ട് കുറവാണ്, കാരണം മോട്ടർ തുടങ്ങുന്ന സമയത്ത് കറണ്ട് ഒരുപാട് വലിക്കും. ഓക്കെ, ഈ കറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ കറണ്ട് ഭയങ്കര കുറവായിരിക്കും. സോ അപ്പോൾ I2S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V/Z ആയിരിക്കുമല്ലേ? V എന്ന് പറഞ്ഞാൽ അവിടുത്തെ I2S എന്ന് പറഞ്ഞാൽ സ്ലിപ്പിനകത്തുള്ള കറണ്ട്. അപ്പോൾ സ്ലിപ്പിനകത്തുള്ള വോൾട്ടേജ് എന്താ? E2S അല്ലെ, ഡിവൈഡ് ബൈ Z2S. ക്ലിയർ ആണോ? സോ I2S is equal to E2S ഡിവൈഡ് ബൈ Z2S. ഓക്കെ ഉണ്ടോ? ഓക്കെ, ഇനി അതിൻ്റെ ഇംപെഡൻസ് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുക? ഇതേപോലെ ഹൈപ്പട്ന്യൂസിൽ Z2S, താഴെ R2, ഇവിടെ X2S, ഇവിടുത്തെ ആംഗിൾ φ2S. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേടാ? സോ ഈ ടേംസ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ടോർക്ക് ഡെവലപ്ഡ്. ഇതാണ് നമ്മുടെ ബേസ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോകുന്നത് ടോർക്ക് ഡെവലപ്ഡിനെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നോക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. സോ ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ എ റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോട്ടറിനകത്തുണ്ടായിരിക്കുന്ന ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും 3 × VI cos φ ആണ്. 3 × VI cos φ. ഓക്കെ അല്ല, നമ്മൾ DC പഠിച്ചിട്ടുണ്ട് പവർ ഇസ് ഈക്വൽ ടു VI. പക്ഷേ ഇവിടെ അങ്ങനല്ല. എന്നാൽ 3 × VI cos φ. ഒരു ബേസിൽ VI cos φ, 3 ബേസിൽ 3 × VI cos φ. ഓക്കെ അല്ലേ? സോ പവർ ഡെവലപ്ഡ് ഇൻ എ ഇലക്ട്രിക്കൽ മോട്ടർ ഈസ് 3 × VI cos φ. 3 × VI cos φ. cos φ എവിടെ നിന്ന് വന്നു? cos φ ഇതാ ഈ φ ആണ് cos φ. ഓക്കെ സെറ്റ്. ഇനി ഇൻ എ 3 ഫേസ് വാട്ടർ, ഇൻ എ 3 ഫേസ് പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു 3 × V ഫേസ് × I ഫേസ് × cos φ എന്നാണ്. അതായത് നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് 3 × E2S × I2S × cos φ ടു. കാരണം റണ്ണിങ്ങിനുള്ള ഓർഡർ നമ്മൾ പറയണ്ടേ? അപ്പോൾ എസ് വരുന്ന ടൈംസ് 3 × E2S × I2S × cos 2S. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ, സോ ഇവിടെ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. വളരെ സിമ്പിൾ, ശ്രദ്ധിക്കാം. എൻ്റെ കൂടെ എഴുതി പോവാം. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുത്ത് പോയാൽ മതി. ഓക്കെ, 3 × E2S അത് അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം I2S എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/Z ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് ഈ സാധനം പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇതെടുത്ത് അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്തിന്? ചുമ്മാ രസം. അപ്പോൾ ഈ I2S പകരം ഞാൻ എന്ത് ചെയ്തു? E2S ഡിവൈഡ് ബൈ Z2S എന്ന് എഴുതി. ഇനി cos φ2S, cos φ എന്ന് വെച്ചാൽ എന്താ? cos തീറ്റ എന്ന് വെച്ചാൽ എന്താ? cos തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ് അല്ലേടാ? അല്ലേ? അതനുസരിച്ചിട്ട് ഇവിടെ cos φ2S ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഏതാ? ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? അഡ്ജസൻറ്റ് R2 ആണ് അല്ലേ? ഡിവൈഡ് ബൈ Z2S. R2 ഡിവൈഡ് ബൈ Z2S. കണ്ടോ? അപ്പോൾ നമ്മൾ I2S പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, cos φ2S പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടോ? ഓക്കെ, ഇത്രയും എഴുതിയോ? ഓക്കെ, സോ 3 × E2S ഡിവൈഡ് ബൈ Z2S × R2 ഡിവൈഡ് ബൈ Z2S. ഇത്ര കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനകത്തോട്ട് കയറ്റുന്നു.
ഇ ടു എസും ഇ ടു എസ് കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഇ സ്ക്വയർ ടു എസ് എന്ന് കിട്ടും ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ ഇസഡ് ടു എസ് ഇസഡ് ടു എസ് കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഇസഡ് സ്ക്വയർ ടു എസ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യും നമ്മൾ? നമുക്കറിയാം ഇ ടു എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ടു എസിനെ നമുക്ക് എസ് ഇ ടു എന്ന് എഴുതി കൂടെ. നമ്മൾ നേരത്തെ പഠിച്ചതാ, നമ്മൾ നേരത്തെ എഴുതി വെച്ചതാ. അപ്പോൾ ഇ ടു എസിന് വരെ ഞാൻ എന്ത് ചെയ്യും? 3 ഇൻറ്റു എസ് ഇൻറ്റു ഇ ടു സ്ക്വയർ എന്ന് എഴുതി. ഇ സ്ക്വയർ ടു എസിന് പകരം എസ് ഇൻറ്റു ഇ ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഇസഡ് സ്ക്വയർ ടു എസിന് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു ഇസഡ് എന്ന് വെച്ചാൽ എന്തുവാ? എടാ ഇവിടെ ഇസഡ് എന്ന് വെച്ചാൽ എന്തുവാ? ഇസഡ് ടു എസ് എന്ന് വെച്ചാൽ എന്തുവാ? ഇസഡ് ടു എസ് എന്ന് വെച്ചാൽ എന്തുവാ? ഇസഡ് ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഹൈപ്പറ്റ്ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആർ ടു സ്ക്വയർ പ്ലസ് ജെ എക്സ് ടു എസ് അല്ലേ? അതിൻ്റെ സ്ക്വയർ അല്ലേ? അല്ലേ? ഹൈപ്പറ്റ്ന്യൂസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇസഡ് ടു എസ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആർ ടു സ്ക്വയർ പ്ലസ് എക്സ് ടു എസ് ജെ എക്സ് ടു എസിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മളിവിടെ പഠിച്ചതാടാ എക്സ് ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ടു പ്ലസ് ജെ എക്സ് ടു എസ് ആണെന്ന് പഠിച്ചതാ. ഓക്കെ, അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് എഴുതി നോക്കേ? ആർ ടു സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു എസ് എന്ന് എഴുതി. ഓക്കെ, ജെ വേണ്ട, എക്സ് സ്ക്വയർ ടു എസ് എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മളിവിടെ എഴുതിയത് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് എന്ത് ചെയ്യാം? ഇതിനെ എല്ലാത്തിനും വെളിയെടുക്കാം. എസ് ഇൻറ്റു ഇ ടു എന്ന് വെച്ചാൽ എന്താ? എസ് ഇൻറ്റു ഇ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സ്ക്വയർ ആണ് അല്ലേ? ഇനി എക്സ് ടു എസ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എക്സ് ടു എന്ന് എഴുതി കൂടെ? എസ് ടു എക്സിനെ എക്സ് എസ് ടു എന്ന് എഴുതി കൂടെ? ഞാൻ ഇവിടെ പറഞ്ഞതാ എക്സ് ടു എസിനെ എക്സ് എക്സ് ടു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അതും എഴുതി. അപ്പോൾ എന്ത് വരും? എസ് സ്ക്വയർ എക്സ് ടു സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു? എഴുതി. അപ്പോൾ എന്ത് കിട്ടൂടാ നമുക്ക്? ഓക്കെ, എന്ത് കിട്ടും? 3 ഇൻറ്റു ആർ ടു എസ് സ്ക്വയർ ഇ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ടു സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എക്സ് ടു സ്ക്വയർ എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക. എന്തും നമ്മൾ കണ്ടുപിടിച്ചേ? എടാ പവറാണ് കണ്ടുപിടിച്ചത്. പവർ. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ ഒരു ഇക്വേഷൻ കിട്ടിയത് ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. എടുത്തേ എടാ, നമ്മുടെ ഈ ഒരു കോപ്പർ ലോസ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ റോട്ടർ ലോസ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ റോട്ടർ ലോസ് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു ഇക്വേഷനുണ്ട്. സ്ലിപ്പിനെ റോട്ടർ ഇൻപുട്ട് കൊണ്ട് ഇൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു റോട്ടർ ലോസ് കിട്ടും. നമ്മളിപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഒരു ഇക്വേഷൻ ഡെറിവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ഇതുപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. സ്ലിപ്പ് ഇൻറ്റു റോട്ടർ ഇൻപുട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ സ്ലിപ്പിനെ നമ്മുടെ മെഷീൻ്റെ സ്ലിപ്പിനെ അതിൻ്റെ റോട്ടർ ഇൻപുട്ട് കൊണ്ട് ഇൻഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ റോട്ടർ ഇൻപുട്ട്, അതിന് കൊടുക്കുന്ന ഇൻപുട്ട് കൊണ്ട് ഇൻഡ് ചെയ്താലും അതിന് എത്ര റോട്ടറിന് ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് ഇൻഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് അതുകൂടെ ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുകൂടാ? എസ് ആണ്. ആ റോട്ടർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചോ, വളരെ സിമ്പിളാണ്. 2π ns TD. 2π ns TD. 2π ns എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്. TD എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോർക്ക് ഡെവലപ്ഡ്. ഓക്കെ അല്ലേ? റോട്ടർ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2π ns TD ആണ്. 2π ns TD ആണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ns TD ആണ്. ഓക്കെ അല്ലേ? സോ 2π ns, 2π ഇൻറ്റു സിങ്ക്രണസ് സ്പീഡിൻ്റെ ടോർക്ക് ഡെവലപ്പ്, 2π ഇൻറ്റു സിങ്ക്രണസ് സ്പീഡിൻ്റെ ടോർക്ക് ഡെവലപ്പ്. ഇപ്പോൾ തന്നെ പഠിച്ചു. എസ് ഇൻറ്റു സ്ലിപ്പിൻ്റെ റോട്ടർ ഇൻപുട്ടാണ്. റോട്ടർ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2π ഡിഗ്രി കറങ്ങുന്നു, സ്പീഡിൽ സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങുന്നു, ഉണ്ടാകുന്ന ടോർക്ക് TD ആണ്. സോ 2π ns TD. ഓക്കെ അല്ലേ? സോ എസ് ഇൻറ്റു 2π ns TD ആണ് അവിടുത്തെ പവറിൻ്റെ വേറെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? നമുക്കപ്പോൾ പവറിൻ്റെ ഇക്വേഷനാണ് ഇത്, നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യിപ്പിക്കാൻ പോവാം? ഇക്വേറ്റ് ചെയ്യിപ്പിക്കാൻ പോവാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. 3 ഇൻറ്റു ആർ ടു എസ് സ്ക്വയർ ഇ ടു സ്ക്വയർ ബൈ ആർ ടു സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എക്സ് ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 2π ns TD എന്ന് കിട്ടും.
ഓക്കെ, ഇത് നമുക്കറിയാം എസിൻ്റെ സ്ക്വയറും എസും വെട്ടിപ്പോയി. ബാക്കി ഇനി ആരൊക്കെയുണ്ട്? ബാക്കി നമുക്കിവിടെ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോർക്ക്. അപ്പോൾ ഈ ഇരിക്കുന്ന ബാക്കിയന്മാരെയൊക്കെ എന്ത് ചെയ്യുക? താഴെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? ടോർക്ക് ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു 3R2SE2 സ്ക്വയർ എന്നൊരു എസ് പോയി. ഇനി ഇവിടെ താഴെ ആരാ ഉള്ളത്? R2 പ്ലസ് S² X2² ഇൻറ്റു 2πNS എന്ന് കിട്ടും. കണ്ടോ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ എസ്സും 3യും അല്ല, എസ് അവിടെ കിട്ടെ. ഇവിടുത്തെ 3യും 2πNS എന്നുള്ള സാധനം എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെ കുറച്ചൊന്ന് മാറ്റി എഴുതാം. 3/2πNS ഇൻറ്റു മറ്റേ രീതി കൂടെ R2SE2² ഡിവൈഡ് ബൈ R2² പ്ലസ് S² പ്ലസ് X2². ഇവിടെ ഉള്ള നോക്കി എഴുതിയാൽ ഇവിടെ എഴുതാം. പിന്നെ അത് അധികം വന്നാരാ? നമ്മുടെ മുമ്പത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്ന 3 പോയി, അതേപോലെ ഇവിടുത്തെ ഒരു എസ് പോയി, ബാക്കിയെല്ലാം അതേപോലെ ഉണ്ട്. കണ്ടോ? അവിടെ നിന്ന് 2πNS കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3/2πNS ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതി അതിന് നമുക്ക് വേണമെങ്കിൽ K എന്നൊക്കെ വിളിച്ച് മാറ്റി നിർത്താം. നമ്മുടെ പ്രധാനപ്പെട്ട ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തോ? R2SE2² ഡിവൈഡ് ബൈ R2² പ്ലസ് S² X2². കാണാൻ പഠിക്കാൻ നിൽക്കേണ്ട ഡിറൈവ് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. നിങ്ങളാ ഈ ഒരു തുടക്കത്തിൽ ഈ ഒരു ഇക്വേഷൻ പഠിക്കണമെന്നേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, എന്നിട്ട് എന്നോട് ഇക്വേറ്റ് ചെയ്യുക. ഡിറൈവ് ചെയ്ത് സുഖമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ. ടോർക്ക് ഡെവലപ്ഡിൻ്റെ ഇക്വേഷൻ എഴുതി പഠിക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടോർക്കിൻ്റെതായ ഈ ഒരു ഇക്വേഷൻ കിട്ടിയത് വെച്ചിട്ട് ഇവിടുത്തെ ടോർക്കിൻ്റെ സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നോക്കണം. ഓക്കെ, നമ്മളപ്പോൾ എഴുതുവാണ് TD ഈസ് ഈക്വൽ ടു K എന്ന് വെച്ചാൽ എന്തോ? ഞാൻ ഇതിനെ K എന്ന് വിളിച്ചത്, അത് കോൺസ്റ്റൻ്റ് അല്ലടാ, K എന്നങ്ങ് വിളിച്ചു. ഇൻറ്റു SR2E2² ഡിവൈഡ് ബൈ R2² പ്ലസ് S² X2². ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിതിൻ്റെ എക്സ് ആക്സിസിൽ ടോർക്ക് ഡെവലപ്ഡ് എടുത്തു. എക്സ് ആക്സിനകത്ത് ടോർക്ക് എടുത്തു. ടോർക്കിൻ്റെ ക്യാരക്ടേഴ്സ് ആണല്ലോ പറയുന്നത്. വൈ ആക്സിനകത്ത് ഞാൻ സ്ലിപ്പ് എടുത്തു. സ്ലിപ്പ് എടുത്തു. എക്സ് ആക്സിൽ ടോർക്ക് എടുത്തു, വൈ ആക്സിൽ എന്തെടുത്തു? സ്ലിപ്പ് എടുത്തു. നമുക്കറിയാം സ്ലിപ്പ് എപ്പോഴാണ് 0 ആവുന്നത്? സിങ്കർണസ് സ്പീഡ് മാക്സിമം ആവുമ്പോൾ. സ്ലിപ്പ് എപ്പോഴാണ് 1 ആവുന്നത്? സ്റ്റാർട്ടിങ്ങിൽ NR0 നമുക്കറിയാം. NS/NR/NS ഇസ് ഈക്വൽ ടു സ്ലിപ്പ് അല്ലേ? NR തുടക്കത്തിൽ 0 ആണ്, അപ്പോൾ NS/NS 1 കിട്ടും അല്ലേ? അപ്പോൾ സ്ലിപ്പ് 1 ആവുമ്പോൾ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. മീറ്റർ, അതായത് ഇവിടെ മോട്ടറിൻ്റെ സ്പീഡ് സ്ലിപ്പ് 1ൽ 0 ആണ്. പതുക്കെ കൂടുമ്പോഴാണ് S0 ആണ് മാക്സിമം സ്പീഡ്. ഓക്കെ അല്ലേ? S0ലാണ് മാക്സിമം സ്പീഡ്. ഓക്കെ, ശ്രദ്ധിക്കാം. S0ൽ മാക്സിമം, സ്ലിപ്പ് 1ൽ മിനിമം സ്പീഡുമാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകണം? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സിങ്കർണസ് സ്പീഡാണ്, ഇത് സ്റ്റാർട്ടിംഗ് സ്പീഡാണ്. ഓക്കെ, ബാക്കി ഈ ഗ്രാഫൊക്കെ നമുക്ക് നോക്കാം, വഴി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കണം, ശ്രദ്ധിക്കാം. ഓക്കെ, സോ അറ്റ് ലോ സ്ലിപ്പ് റീജിയൻ, ഓക്കെ, നമുക്കിതിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ലോ സ്ലിപ്പ് റീജിയൻ, മീഡിയം സ്ലിപ്പ് റീജിയൻ, ഹൈ സ്ലിപ്പ് റീജിയൻ. ഓക്കെ അല്ലേ? സോ ഈ ഒരു സ്ലിപ്പ് റീജിയനെ 3 ആയിട്ട് വിരിക്കാൻ പോകണം. ഓക്കെ, ഇതാണ് ലോ സ്ലിപ്പ് റീജിയൻ. ഓക്കെ, ഇതാണ് മീഡിയം സ്ലിപ്പ് റീജിയൻ, ഇതാണ് ഹൈ സ്ലിപ്പ് റീജിയൻ. കണ്ടോ? ഓക്കെ അല്ലേ? സോ സ്ലിപ്പ് 1 ആകുമ്പോൾ ഹൈ സ്ലിപ്പ് റീജിയൻ, ഇത് മീഡിയം സ്ലിപ്പ്, ലോ സ്ലിപ്പ്. ഓക്കെ, നമുക്ക് ആദ്യം ലോ സ്ലിപ്പ് നോക്കാം. ലോ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണ് ലോ സ്ലിപ്പ് റീജിയൻ. ഓക്കെ അല്ലേ? നോക്കാം. അപ്പോൾ ലോ സ്ലിപ്പ് റീജിയനിൽ എസിൻ്റെ വാല്യൂ ഭയങ്കര എന്തായിരിക്കും? കുറവായിരിക്കും. എസിൻ്റെ വാല്യൂ ഭയങ്കര കുറവ്. ലോ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എസിൻ്റെ വാല്യൂ കുറവാണെന്നല്ലേ അർത്ഥം. അപ്പോൾ എസിൻ്റെ വാല്യൂ വെരി സ്മോൾ. എസിൻ്റെ വാല്യൂ സ്മോൾ ആണെങ്കിൽ S²ൻ്റെ വാല്യൂ വെരി സ്മോൾ. അത് 0 ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. അവിടെ എസ് 0.5 ആണെങ്കിൽ S² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.0025 ഒക്കെ ആയിരിക്കൂലടാ. അപ്പോൾ അത്രയും ചെറിയ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എസിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ S²ൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ S²ൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തുവാ? SR2E2² പ്ലസ് S² X2². ഇവിടെ S² ഉണ്ട്. S² കിട്ടിയില്ലേ? S² 0 എടുക്കുക. S² 0 എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സാധനം അങ്ങ് പോകില്ലേടാ, ഈ ഒരു ക്വാണ്ടിറ്റി അങ്ങ് പോകൂലേ? ബാക്കി ആരാളുള്ളത്? SR2E2² ഡിവൈഡ് ബൈ R2². ഇതിനകത്ത് ഈ R2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്.
R2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. E2 എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്ന വോൾട്ടേജ് കോൺസ്റ്റന്റ് 230 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇവർ 3 പേര് കോൺസ്റ്റന്റാണ്. അപ്പോൾ ഈ ടോർക്ക് ഡെവലപ്ഡ് ശരിക്കും ആരുമായിട്ട് പ്രപ്പോസലാണ്? സ്ലിപ്പുമായിട്ട് പ്രപ്പോസലാണ്. അപ്പോൾ ടോർക്ക് ഡെവലപ്ഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ സ്ലിപ്പ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നമ്മൾ പറയും അവിടെ എസ് സ്ക്വയർ എക്സ് ടു നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി ഡി പ്രൊപ്പോർഷണൽ ടു എസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു സാധനം ഡയറക്ട്ലി പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കിടുന്ന ഗ്രാഫ് എന്തായിരിക്കും? കൂടെ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാ, ഒരു y = mx + e അല്ലേ? ഡയറക്ട്ലി പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാഫ് എന്തായിരിക്കും? കർവ്ഡ് ഗ്രാഫ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഡയറക്ട്ലി പ്രപ്പോസലാണ്. ദാറ്റ് മീൻസ് ടോർക്ക് കൂടുമ്പോൾ, സ്ലിപ്പ് കൂടുമ്പോൾ ടോർക്കും പ്രപ്പോസലായിട്ട് എന്ത് ചെയ്യും? കൂടും. അതാണ് ഞാൻ ഇവിടെ വരച്ചത്. സ്ലിപ്പ് കൂടിയപ്പോൾ ടോർക്കും എന്ത് ചെയ്തു? പ്രപ്പോസലായിട്ട് കൂടി ഒരു പോയിന്റ് വരെ. അതാണ് ലോ സ്ലിപ്പ് റീജിയനിലെ പ്രത്യേകത. ഇതാണ് ലോ സ്ലിപ്പ് റീജിയൻ. മോട്ടോർ മാക്സിമം സ്പീഡ് ആകുമ്പോൾ കാര്യമാണ് പറയുന്നത്. ലോ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞ് കേട്ടോ, എപ്പോഴാണ് 0 ആവുന്നത്? സിഗ്നൽ സ്പീഡിലാണ് 0 ആവുന്നത്. അപ്പോൾ ലോ സ്ലിപ്പ് റീജിയൻ എന്ന് പറയുമ്പോൾ സ്പീഡ് മാക്സിമം ആവുന്ന സമയത്താണ്. അപ്പോൾ അവിടെ ഡയറക്ട്ലി പ്രപ്പോസലാണ് ടോർക്ക് സ്ലിപ്പിന്. അപ്പോൾ ഡയറക്റ്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ. ലോ സ്ലിപ്പ് റീജിയനിൽ ഞാൻ സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഓക്കെ ആണോ? ഓക്കെ. ഇനി മീഡിയം സ്ലിപ്പ് റീജിയൻ ശ്രദ്ധിച്ചേക്കാം. മീഡിയം സ്ലിപ്പ് റീജിയനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് R² ഭയങ്കര വലുതാണ് ആര്? S² X2² നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, R² ഭയങ്കര വലുതാണ് S² X2². അപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ രണ്ടോടെ പ്ലസ് ചെയ്തേക്കുവാണ്. അപ്പോൾ X² X2² ഭയങ്കര വലുതാണ്. സപ്പോസ് ഞാൻ പറയുകയാണ് R2² 0.5 ആണ്, S² 100 ആണ്. അപ്പോൾ എന്നോട് കൂട്ടുമ്പോൾ 100.05 എന്ന് കിട്ടും. 100.5 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്ന വാല്യൂ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് R2² ഡയറക്റ്റ് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുക, നമ്മളൊരു കൺസിഡറേഷൻ എടുക്കുവാണ്. ഓക്കെ അല്ലേ? പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് S² X2² എന്ന് പറഞ്ഞ സാധനം R2² ഭയങ്കര വലുതാണെന്ന് പറയുകയാണ്. ഞാനങ്ങ് പറയാം. അതുകൊണ്ട് നമുക്ക് R2 ഡയറക്റ്റ് എന്ത് ചെയ്യാം? അങ്ങ് അവോയ്ഡ് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. R2 അങ്ങ് തേക്കാം. R2 തേച്ച് കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? നോക്കണം. ഞാനിവിടെ R2 അങ്ങ് തേച്ചു. ബാക്കി ആരാ ഉള്ളത്? അപ്പോൾ R2 ഇല്ല എന്ന് വിചാരിച്ചു. R2 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേപോലെ അല്ലേ? അപ്പോൾ S R2 E2² S² X2² എന്ന് കിട്ടും അല്ലേ? ഒന്നുകൂടെ പറയാം, S R2 E2² S² X2² എന്ന് കിട്ടും. S² X2² എന്ന് കിട്ടും. നമുക്ക് എസും കട്ട് ചെയ്ത് കളയാം. ഇവർ രണ്ടുപേരും കോൺസ്റ്റന്റ് ആണ്. X2 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിടാ? ഇവിടെ ടോർക്ക് ഡെവലപ്ഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു S എന്ന് കിട്ടി അല്ലേ? ടോർക്ക് ഡെവലപ്ഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു S എന്ന് കിട്ടി. ഓക്കെ, എപ്പോഴെങ്കിലും നമുക്കൊരു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ S കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഉണ്ടാകുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞൊരു ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ടോർക്ക് ഡെവലപ്ഡും ഇവിടുത്തെ സ്ലിപ്പും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടും ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതുകൊണ്ട് നമ്മൾ മീഡിയം സ്ലിപ്പ് റീജിയൻ, ഈ ഒരു റീജിയനിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള വരച്ചത്. ഇങ്ങനെ കണ്ടോ? റെക്ടാങ്കുലർ ഹൈപ്പർബോള ആരോട്ട് വരച്ചു. റെക്ടാങ്കുലർ ഹൈപ്പർബോള ക്ലിയർ ആണോടാ? റെക്ടാങ്കുലർ ഹൈപ്പർബോള വരച്ചു. ഇനി ഹൈ സ്ലിപ്പ് റീജിയൻ 1 അടുക്കാറായപ്പോൾ, സ്ലിപ്പ് 1 അടുക്കാറായപ്പോൾ നമ്മൾ പറയും സ്ലിപ്പ് ഹൈ ആണ്, അതുകൊണ്ട് തന്നെ മോട്ടർ ഇവൻച്വലി സ്റ്റോപ്പ്. അതൊക്കെ വന്ന് മോട്ടർ എന്ത് ചെയ്യും? നിൽക്കും അല്ലേ? സ്ലിപ്പ് കൂടുമ്പോൾ, സ്ലിപ്പ് 1 ആകുമ്പോഴല്ലേ മോട്ടർ സ്റ്റോപ്പ് ആവുന്നത് അല്ലേ? മോട്ടർ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഏതാടാ? സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്ലിപ്പ് 0 അല്ലേ? അപ്പോൾ സ്ലിപ്പ് ഹൈ ആവും, മോട്ടർ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മോട്ടർ പതുക്കെ വന്ന് എന്ത് ചെയ്യും? നിൽക്കും. അതായത് ഇവിടെ വരെ റെക്ടാങ്കുലർ ഹൈപ്പർബോള വന്നു. ഇനി പതുക്കെ വന്ന് മോട്ടർ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. കണ്ടോ? മോട്ടർ എന്ത് ചെയ്യും? പതുക്കെ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോപ്പ് ആവുമ്പോൾ ഇത് ടോർക്ക് 0 അല്ല ആവുന്നത്. ടോർക്ക് ഇതാ ഒരു പോയിന്റ് വന്നി. കാരണം അറിയാവോ? മോട്ടർ ഇനിഷ്യലി സ്റ്റാർട്ട് ആവാൻ വേണ്ടി ഒരു സ്റ്റാർട്ടിങ് ടോർക്ക് വേണം. മോട്ടർ ഇനിഷ്യലി സ്റ്റാർട്ട് ആവാൻ വേണ്ടി എന്ത് വേണം? ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണം. ഈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടിയാലേ മോട്ടർ എന്ത് ചെയ്യൂ? സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ നിങ്ങളിത് നമ്മൾ വരച്ചത് ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലും ശരിക്കും മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഇങ്ങോട്ടാണ് കണ്ടോ. അപ്പോൾ ആദ്യം ടോർക്ക് 0 ആയിരുന്നു. ടോർക്ക് കൂടി 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 മോട്ടറിന് ആവശ്യമായിട്ടൊരു സ്റ്റോർക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ മോട്ടർ കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടോർക്ക് കൂടി 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 എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഇതാണ് ലോ 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 സ്ലിപ്പ് റീജിയൻ. എന്നിട്ട് പതുക്കെ പതുക്കെ പ്രപ്പോർഷണലായിട്ട് കൂടി, അല്ല ഇൻവേഴ്സ് പ്രപ്പോർഷണൽ കൂടി. അതായത് ടോർക്ക് മാക്സിമത്തിൽ എത്തിയതിനു ശേഷം പിന്നെ പതുക്കെ താഴോട്ട് പോകും. ഓക്കെ അല്ലേ. പിന്നെ സിങ്ക്രണസ് സ്പീഡ് എത്താറായപ്പോൾ S0 ആകാൻ പോയപ്പോൾ എന്ത് പറ്റി, പതുക്കെ 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 നമ്മുടെ സ്ലിപ്പ് എന്ത് ചെയ്തു, 0 ആയി. കണ്ടോ, കണ്ടു കണ്ടു. സ്ലിപ്പ് 0 ആകുമ്പോൾ ടോർക്ക് 0 ആവും. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ സ്പീഡിൽ കറങ്ങുമ്പോഴാണ് സ്ലിപ്പ് 0 ആവുന്നത് അല്ലേ. റോട്ടറിന്റെ സ്പീഡും ഇതിന്റെ സ്പീഡും സിങ്ക്രണസ് സ്പീഡ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ലിപ്പ് 0 ആവുന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ EMF ഉണ്ടാവില്ല. റിലേറ്റീവ് മോഷൻ സെയിം ആയി കഴിഞ്ഞാൽ അവിടെ EMF ഉണ്ടാവില്ല. EMF ഉണ്ടാവില്ലെങ്കിൽ പിന്നെ റോട്ടർ കറങ്ങേണ്ട കാര്യമുണ്ടോ, ഇല്ല. സോ അപ്പോൾ ഒരിക്കലും സിങ്ക്രണസ് സ്പീഡ് എത്തൂല, മോട്ടർ കറങ്ങുമ്പോൾ സിങ്ക്രണസ് സ്പീഡ് എത്തൂല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 3 ഗ്രാഫൊക്കെ വരച്ച് ചെയ്യുന്നത് നോക്ക്. സപ്പോസ് വിചാരിക്കുക ഇതാണ് R21 എന്ന് വിചാരിക്കുക. R21 അതായത് നമ്മൾ ഇതിനകത്തുള്ള റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം മോട്ടറിനകത്തുള്ള. ഓക്കെ, അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ റെസിസ്റ്റൻസ് R21 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, R21 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റെസിസ്റ്റൻസ്. ഓക്കെ വിചാരിക്കാം. അപ്പോൾ R21 നമ്മുടെ ഗ്രാഫ് അത് ഇങ്ങനെയായിരുന്നു. R22 ആയപ്പോഴോ ഗ്രാഫ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി, കുറച്ചുകൂടെ ടോർക്ക് എപ്പോഴും മാക്സിമത്തിൽ തന്നെ നിൽക്കും. എന്നിട്ട് ഇത് സംഭവിച്ചേ, സ്റ്റാർട്ടിങ് ടോർക്ക് കൂടി. കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴോ നമ്മുടെ R23 വന്നപ്പോഴോ സ്റ്റാർട്ടിങ് ടോർക്ക് പിന്നെയും കൂടി. എന്താ മനസ്സിലായേ? സപ്പോസ് വിചാരിക്കുക R23ക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ, R22 റെസിസ്റ്റൻസ് കുറവും, R21 ഭയങ്കര റെസിസ്റ്റൻസ് കുറവും. ഇവിടെ റെസിസ്റ്റൻസ് കുറവാണെന്ന് വിചാരിക്കുക. ഈ R21 എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ത് ചെയ്യും, കുറയും. റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. കണ്ടോ, റെസിസ്റ്റൻസ് നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം സ്റ്റാർട്ടിങ് ടോർക്ക് എന്ത് ചെയ്യും, കൂടും. കാരണം മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ ഒരു മിനിമത്തിൽ കൊടുക്കും, എന്നാലും നമുക്ക് മിനിമത്തിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പണി എന്താ, നമ്മൾ തുടക്കത്തിൽ സോ അതാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് ഓൾസോ ഇൻക്രീസസ്, സ്പീഡ് അറ്റ് മാക്സിമം ടോർക്ക് ഈസ് ലോ. ഓക്കെ അല്ല, മാക്സിമം സ്പീഡിൽ. ഓക്കെ, മാക്സിമം സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീച്ചിനാണ്. മാക്സിമം സ്പീഡിലെ ടോർക്ക് എന്തായിരിക്കും, എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇത് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാക്സിമം സ്പീഡിലെ ടോർക്ക് കുറവായിരിക്കും, സ്റ്റാർട്ടിംഗ് ടോർക്ക് റെസിസ്റ്റൻസ് കൂട്ടി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്യും, കൂടും. റെസിസ്റ്റൻസ് കൂട്ടി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്യും, കൂടും. ഓക്കെ അല്ലേ. തൽക്കാലത്തേക്ക് ഇന്നത്തെ ഇത്രയും മതി. താങ്ക് യു.